കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നീ ഞങ്ങളോട് കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനത്തിൽ നിന്ന് നീ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദത്തെ ഒരിക്കൽ കൂടെ ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ കറയില്ലാത്തവനായി, ചുളുക്കമില്ലാത്തവനായി, വാട്ടമില്ലാത്തവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ബലത്തോടെ നിൽക്കേണ്ടതിന് വേണ്ടി ഇന്ന് രാത്രിയും നീ ഞങ്ങളെ ഉറപ്പിച്ചുകൊണ്ടിരിക്കണമേ നിൻ്റെ വചനത്താൽ. കർത്താവെ, എന്നെ പരിചയമുള്ളവരാരും ഇവിടെ ഇരിപ്പില്ല, നിന്നെ മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. അതുകൊണ്ട് കർത്താവെ, നീ ഇന്ന് രാത്രിയിലും വീണ്ടും അവരോട് സംസാരിക്കുകയും അവരോട് കൂടെ നടക്കുകയും നിൻ്റെ തിരുവെഴുത്തുകളെ നീ തെളിയിച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊന്നും ഞങ്ങളുടെ ന്യായവിധിക്കോ ശിക്ഷാവിധിക്കോ കാരണമായി തീരാതെ ഇതെല്ലാം ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ജീവിപ്പിച്ചെഴുന്നേൽപ്പിപ്പാൻ തിരുസനി ബലത്തോടെ വരുന്ന നാളുകളിൽ നിൽക്കേണ്ടതിന് കൃപ തരുന്നതിന് കാരണമാകുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ നാമത്തെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ. ആമേൻ. ഇന്ന് രാത്രി കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തുടർച്ചയായി ഞാൻ സംസാരിക്കുന്നത് കൊണ്ടും എനിക്കൊരല്പം ഈ ചില സ്പീഡിൽ സംസാരിക്കുന്ന ഒരു രോഗമുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് വചനമൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ ചോരയ്ക്കൊരല്പം ചൂട് പിടിക്കുന്നതുകൊണ്ടും അതെൻ്റെ ശരീരത്തെ വല്ലാതെ ബാധിക്കുന്നു. അതുകൊണ്ട് വളരെ പതിയെ സംസാരിക്കണമെന്നാണ് എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. ഞാനതിന് ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ശാന്തമായി സംസാരിക്കാൻ ശ്രമിക്കാം. ദൈവവചനം നിങ്ങളോട് ആഴമായിട്ട് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കും. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള ദൂത് കർത്താവ് ഇന്ന് രാത്രിക്കത്തേക്ക് വേണ്ടത് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെറും കൈയോടെയല്ല വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ആൻഡ് ഓൾസോ ഐ ആം വെൽ അവെയർ അബൌട്ട് ദ പ്രസൻസ് ഓഫ് ദ യങ്സ്റ്റേഴ്സ് എമോങ് us. But I do not know, because last 14 years I'm not at all connected with English people group, but I'm always speaking in Bangla. So at the same time I have to take that risk to speak in English to the youngsters I know. In that case today I will be try to manage both the language, but at the same time do not expect every messages and every sentences to be translated for you, but at the same time there are things which you need to be aware about and you need to know. That area I would be trying to translate it in English. So saying that, let me go with the word of God. And at the same time I again thank you so much for coming and attending this service, and I'm so much thankful to Pastor Alex Mathai and his family, and also Pastor Shibu and Andy, and they are very dear and near to us in the ministry of West Bengal. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷം ഒക്ടോബർ മാസം നടന്ന ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിലൊക്കെ വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ പ്രിയ ആൻറ്റി ദൈവവചനം സംസാരിപ്പാനായിട്ട് രേഷ്മ ആൻറ്റിയെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. അനേക യങ്സ്റ്റേഴ്സ്, അനേക പാസ്റ്റേഴ്സിനെ വളരെ ബലമായി തീരത്തക്ക രീതിയിൽ കർത്താവിൻ്റെ ദാസി വളരെ ശക്തമായി കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ ബംഗാളിൽ, ഹല്ലേലൂയ, അവരാരും വന്ന് ഒരു ദിവസം പോലും വെറുതെ ഇരുന്നില്ല. ദേ ഓൾ വെയർ ബിസി ഇൻ ദ മിനിസ്ട്രി ഇൻ ഓൾ ഓവർ വെസ്റ്റ് ബംഗാൾ. ആൻഡ് അലക്സ് പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രസിഡന്റുമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ മാത്രമല്ല, അനേക ശുശ്രൂഷകളിലെ നേതൃത്വം വഹിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് ഹൗ ആർ യു എന്ന് ചോദിച്ച് സ്തോത്രം, ചില മാസങ്ങളിലൊക്കെ ചെറിയൊരു സ്തോത്ര കാഴ്ചയൊക്കെ തന്ന് അവർ പ്രസിഡന്റുമാരായിട്ടിരിക്കുമ്പോൾ എന്നു മുതൽ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ഞാൻ ബംഗാളിൽ ശുശ്രൂഷിക്കുന്നു. എല്ലാ വർഷങ്ങളിലും ഒന്നിലധികം തവണകൾ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുവാനും ഞങ്ങളെ എൻകറേജ് ചെയ്യുവാനും ഞങ്ങളോടൊപ്പം നിൽക്കാനും തനിക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഭാരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയാം, അമേരിക്ക പോലൊരു രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് 2-3 തവണകൾ യാത്ര ചെയ്യാമെന്ന് പറയുന്നത് ഇറ്റ്സ് ലോങ് ജേർണി. ഇത് എളുപ്പമല്ല. പക്ഷേ വളരെ റിസ്ക് എടുത്ത് കർത്താവിൻ്റെ ദാസൻ ശിവ തോമസും അലക്സ് പാസ്റ്ററും എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളൊരു മിഷനറി സഭയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന അനേകം മിഷനറിമാരാണെന്നും അനേക മിഷനറിമാരെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നും ഒക്കെ ഞാൻ അറിയാനിടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ദൈവം നമുക്ക് നൽകിയ ഒരു ഭാരമാണ്. ഇന്ന് രാത്രി ദൈവം നമ്മളെ ഏൽപ്പിച്ച വചനചിന്തയിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം. Gospel according to Luke chapter 22 verses 31 and 34. 31 and 32.
ലൂക്കോസിന്റെ സുവിശേഷം 22:31-32. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു. നമുക്കറിയാം, ഈ ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം എന്ന് പറയുന്നത് യേശു കർത്താവ് തൻ്റെ ഐഹിക ജീവിത ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോകുവാൻ, തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്ന ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൽ ഏറ്റവും അവസാനത്തെ പിരിഞ്ഞു പോക്കലിൻ്റെ മണിക്കൂറുകളിലൂടെ കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടെ കടന്നു പോകുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് 90 ആകട്ടെ 100 ആകട്ടെ ജീവിച്ചിരുന്നിട്ട് തൻ്റെ പിരിഞ്ഞു പോകലിൻ്റെ അവസാന നിമിഷങ്ങൾ വരുമ്പോൾ ആ മനുഷ്യൻ ഒരിക്കലും ഹല്ലേലൂയ ഈ ലോകത്തിലെ ഏറ്റവും താൽക്കാലികമായതും ചെറിയ വിഷയങ്ങളും ഒന്നും സംസാരിക്കത്തില്ല. ഏറ്റവും അവസാനത്തെ മണിക്കൂറുകൾ എണ്ണപ്പെട്ടു എന്നൊരു വ്യക്തിക്ക് ബോധ്യം വരുമ്പോൾ ആ വ്യക്തി സംസാരിക്കുന്നതൊക്കെ വിലയേറിയ കാര്യങ്ങളായിരിക്കും. ഇറ്റ്സ് എ ടൈം ഓഫ് ഫെയർവെൽ, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൈമാറുന്ന ഒരു സമയമാണ് അവസാന മണിക്കൂറുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പരിശോധിച്ചാൽ, സ്തോത്രം, ഒന്നാമത്തെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. 22 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യൂദായുടെ അകത്ത് പിശാച് കയറുകയാണ്. ഒരു യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി യൂദായുടെ അകത്ത് സാത്താൻ കയറുകയും യൂദ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ഇതല്ല, chapter 22 is the context of the farewell of Jesus Christ. In the beginning of this chapter, Satan is entering into the heart of Judah. രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ അറിയാം. റോമ ഗവൺമെൻറ് തയ്യാറാകുകയാണ് യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. ദ ഗവൺമെൻറ് ഓഫ് റോമൻസ് people, they were trying to arrest Jesus Christ. മൂന്നാമത്തെ വിഷയം നമുക്കറിയാം. ആ തയ്യാറെടുപ്പിനിടയിലും എല്ലാ വർഷവും പെസഹ ആചരിക്കുന്നത് പോലെ ഈ വർഷവും പെസഹ ആചരിക്കാൻ വേണ്ടി എട്ടും പൊട്ടും തിരിയാത്ത മറ്റ് 12 ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ആ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് 3.5 വർഷം കർത്താവ് വചനമെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും, സ്തോത്രം, ഇതൊന്നും മനസ്സിലാകാത്ത ശിഷ്യന്മാർ അവരുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്നുള്ള തർക്കവും ആ അധ്യായത്തിൽ തന്നെ കൊടുമ്പിരി കൊള്ളുകയാണ്. എന്നാൽ ഇതിൻ്റെ ഒക്കെ ഇടയിൽ യേശു കർത്താവ് ഒരു പിരിഞ്ഞു പോക്കലിൻ്റെ വേദനയിലൂടെ കടന്നു പോകുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ എൻ്റെ കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുകയാണ്. അവൻ ക്രൂശിക്കപ്പെടാനായിട്ട് പോകുകയാണ്. അവൻ അറുക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ രക്തം ധാരധാരയായി ഒഴുക്കിയവനായി, ഈ ലോകത്തിൽ നിന്ന് വില കൊടുത്തവനായി ഈ ഭൂമി വിട്ട് പോകുവാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ എൻ്റെ മെസ്സേജ് ഇതാണ്. ആമേൻ. മരണവേദനയാൽ ഹൃദയം പെടയുന്ന യേശു ഒരു വശത്ത് അറസ്റ്റ് ചെയ്യുവാൻ രാജ്യം തയ്യാറെടുക്കുന്നു, മറ്റൊരു വശത്ത് സഭയ്ക്കകത്ത് തന്നെ ദുരാത്മാവ് കയറിയിട്ട് യൂദ സഭയ്ക്ക് വിരോധമായി വാളെടുക്കുന്നു. വേറൊരു വശത്ത് ആര് വലിയവനെന്ന് അറിയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ അവൻ പത്രോസും കൂട്ടരും അടികൂടുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും മനസ്സിലാക്കാത്ത സാധാരണ കുറച്ച് വിശ്വാസികൾ പെസഹ ആചരിക്കാനായിട്ട് ഒരുങ്ങുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിലും വേദനയുടെ ഇടയ്ക്ക് പെടയുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് തകർക്കപ്പെടാൻ സാധ്യതയുള്ള വിശ്വാസികളെ പേര് ചൊല്ലി വിളിച്ചിട്ട് ഒരു വലിയ യുദ്ധത്തെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിനറിയാം അവൻ്റെ ശുശ്രൂഷ അവസാനിക്കാൻ പോകുകയാണെന്ന്. പക്ഷെ തകർന്നു പോകാൻ സാധ്യതയുള്ള പത്രോസിനെ കുറിച്ച് യേശു വേദനപ്പെടുകയാണ്. ഇന്ന് രാത്രി എനിക്ക് സഭയോട് പറയാൻ ഒരു സന്ദേശമുണ്ട്. നമ്മുടെ തകർച്ചകൾ ഇഷ്ടമില്ലാത്ത ദൈവം, നമ്മൾ തകർന്നു പോകുന്നതിനെക്കുറിച്ച് സങ്കടപ്പെടുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, മരണവേദനയേക്കാൾ വലിയ വേദന ഇത്രയും നാൾ നമ്മുടെ കൂടെ നടന്നിട്ടും, ഇത്രയും നാൾ നമ്മളെ ഉറപ്പിച്ചിട്ടും, പരിശുദ്ധാത്മാവിനെ തന്നിട്ടും ഞാൻ വീണു പോകുന്നത് ആഗ്രഹിക്കാത്ത ദൈവം നമ്മളോട് വ്യക്തിപരമായി സംസാരിപ്പാൻ ഇന്ന് രാത്രിയും അവന് ചില സന്ദേശമുണ്ട്. അവൻ ഇന്ന് രാത്രി നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. കർത്താവ് നമ്മോട് സംസാരിക്കാനായി നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം.
ഇന്നത്തെ സഭയുടെ, ഇന്നത്തെ വിശ്വാസികളുടെ ഏറ്റവും വലിയ ഭാരം, there is nobody is concerned about me, there are nobody is worrying about me when I go through the struggle, when I am about to be swift like a wheat, there are nobody is concerned about me, there are nobody to hear my troubles, there are nobody to take care of me. But Jesus has a message, I am worrying for you, there is a God who cares for us. Hallelujah. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു, ആമേൻ, സഭയെ കുറിച്ച് മാത്രമല്ല വ്യക്തികളെ കുറിച്ച് പോലും ഭാരമുള്ള ഒരു ദൈവമാണ്. യേശു പത്രോസിന്റെ അടുക്കലേക്ക് കടന്ന് എന്നിട്ട് പറയുകയാണ്, പത്രോസ്, എനിക്ക് നിന്നെ മാറ്റി നിർത്തി ഒരു സന്ദേശം പറയാനുണ്ട്. നിന്നെ പിശാച് കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, എവറി സൈറ്റാനിക് അറ്റാക്സ് ആർ റിയൽ. ഇറ്റ്സ് നോട്ട് ആൻ ഇമാജിനേഷൻ, ഇറ്റ്സ് നോട്ട് എ ഹലൂസിനേഷൻ, ഇറ്റ്സ് നോട്ട് എ തോട്ട് ഓഫ് സംബഡി, ബട്ട് എവറി സ്പിരിച്വൽ വാർഫെയർ ഈസ് റിയൽ. ആത്മിക യുദ്ധം എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് റിയൽ ആണെന്ന് നമ്മൾ മറന്നു പോകല്ലേ. ഇന്ന് സഭയിൽ കാണാൻ പറ്റുന്ന രണ്ട് തരം എക്സ്ട്രീം ഉണ്ട്. ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് ഹല്ലേലൂയ എല്ലാം പോരാട്ടമാണെന്ന, സ്തോത്രം, എന്ത് നോക്കിയാലും പോരാട്ടാ. അവർ രാവിലെ ഇറങ്ങുമ്പോഴേ രക്തം ചെയ്യുമെന്ന് പറഞ്ഞ് ഒന്ന് ഒരു 10 വട്ടം ശാസിച്ച് ആമേൻ ഒരു 1/4 ഗ്ലാസ് തുപ്പൽ വായി നിറങ്ങിയില്ലെങ്കിൽ അവർക്ക് സമാധാനം വരത്തില്ല. They are a type of people, they will turn out every small rocks that to find out whether there is a Satan inside that rock. ഒരു കൂട്ടർ വിശ്വാസികൾക്കിട്ട് സ്വഭാവത, അവരെല്ലാ കല്ലും പൊക്കി നോക്കും, ഇതിൻ്റെ ഇടയ്ക്ക് ദുരാത്മാവ് ഇരിപ്പുണ്ടോന്ന്, സ്തോത്രം, അവർക്കെല്ലാം പോരാട്ടമാണ്. എന്നാൽ മറ്റൊരു കൂട്ടർ മറ്റൊരു എക്സ്ട്രീമിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്, അവർക്കൊന്നും പോരാട്ടമല്ല, അവർക്ക് ഒരിടത്തും സാത്താനില്ല, എല്ലാം നാച്ചുറലാണ്, നത്തിങ് ഈസ് സൂപ്പർ നാച്ചുറൽ. പക്ഷെ ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം, ആമേൻ. ആത്മിക പോരാട്ടം എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിലൂടെ നാം കടന്നുപോയേ മതിയാകുകയുള്ളൂ. There is a spiritual warfare. ഈ സ്പിരിച്വൽ വാർഫെയറിലൂടെ 22-ാമത്തെ അധ്യായത്തിൽ കടന്നു പോകുന്നത് 2 പേരാണ്. ഈ 12 പേരുടെ കൂട്ടത്തിൽ 2 പേരെ പിശാച് വില പറഞ്ഞു. ഒന്നാമത് സാത്താൻ വില പറയുന്ന ഒരുവന്റെ പേരാണ് യൂദ. ഹല്ലേലൂയ. 1-ാമത്തെ വാക്യങ്ങളിൽ തന്നെ യൂദായ്ക്കകത്ത് പിശാച് കിടക്കുന്നു. ഹല്ലേലൂയ. There are 2 great and important people are being tested by the devil. എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവന്റെ മേലായിരിക്കും പിശാചിന്റെ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടാകുന്നത്. നമ്മളൊരു യുദ്ധത്തിനായി ടീമായിട്ട് പുറപ്പെടുമ്പോൾ ആ യുദ്ധത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചില പടയാളികൾ ഉണ്ടാകാം. അവരാ യുദ്ധത്തിലെ മേജർ ആയിരിക്കാം, അവരാ യുദ്ധത്തിലെ ബ്രിഗേഡിയർ ആയിരിക്കാം. ആരാണോ യുദ്ധത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് അവനായിരിക്കും ആദ്യത്തെ ഏറുകൊള്ളുന്നത്, അവനായിരിക്കും ആദ്യത്തെ വെട്ടേൽക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങളെ ഒരു ആത്മീയ യുദ്ധത്തിൻ്റെ മുന്നണിയിൽ ദൈവം നിർത്തുമ്പോൾ ഓർത്തോണം, ആദ്യത്തെ അടി വരുന്നത് നമുക്കാ. സ്തോത്രം. ആമേൻ. യൂദായെ കുറിച്ച് നമുക്കറിയാം. He was not an ordinary person, but he was a cashier in that team. Hallelujah. അവൻ ആ ടീമിലെ വലിയ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അവൻ ക്യാഷ് കൈകാര്യം ചെയ്യുന്നവനായിരുന്നു. നമുക്കറിയാം അവൻ്റെ അകത്ത് പിശാച് കയറി. എന്നാൽ യുദ്ധത്തിൽ, ആത്മിക പരീക്ഷയിൽ, ആത്മിക പോരാട്ടത്തിൽ അവൻ യൂദായെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ്റെ പരീക്ഷയിൽ അവൻ വീണ് തകർന്നു പോയി. എന്നാൽ അവൻ മറ്റൊരുവനും അവിടെ പരീക്ഷിക്കപ്പെടുക. ആരാ? പത്രോസ് അവിടെ പരീക്ഷിക്കപ്പെടുകയാണ്. ആ അധ്യായത്തിൽ പരീക്ഷിക്കപ്പെടുന്ന, ഞാൻ ഇച്ചിരി സ്പീഡ് കൂടുന്നതിൽ ക്ഷമിക്കണം, എനിക്ക് ഒരു വഴിയില്ല. ആ അധ്യായത്തിൽ പരീക്ഷിക്കപ്പെടുന്ന 2-ാമത്തെ ആളാണ് പത്രോസ്. സ്തോത്രം. എന്നാൽ ആ പത്രോസ് പരീക്ഷയിൽ തകർന്നു പോകുന്നില്ല. ആ പത്രോസ് വീണു, പക്ഷെ വീണെങ്കിലും അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഇവിടെയാണ് ദൈവസഭയുടെ സ്ഥാനം എന്ന് പറയുന്നത്. നമ്മളെക്കാൾ ബലമുള്ളവരാണ് വീണുപോയതെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. വീണവരാരും ചെറിയവരല്ല, വീണവരെല്ലാം വലിയവരാ. സ്തോത്രം. യുദ്ധക്കളത്തിൽ തകർന്നു പോയവരാരും ചെറിയവരല്ല കേട്ടോ, അവരൊക്കെ നമ്മളെക്കാൾ വലിയവരാ. അവരൊക്കെ നമ്മളെക്കാൾ നന്നായിട്ട് ഓടിയവരായിരുന്നു. ഹല്ലേലൂയ. അവരൊക്കെ നമ്മളെക്കാൾ നന്നായി പ്രസംഗിച്ചവരായിരുന്നു. അവരൊക്കെ നമ്മളെക്കാൾ അധികം യുദ്ധം ചെയ്തവരായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, അവൻ യൂദ വീണുപോയപ്പോൾ പത്രോസ് അവിടെ എഴുന്നേൽക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? അവൻ യുദ്ധം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, പരീക്ഷ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. പക്ഷെ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ആത്മീയ യുദ്ധത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ചിലരൊക്കെ യുദ്ധത്തിൽ വീണു പോകുമ്പോൾ മറ്റു ചിലർ യുദ്ധത്തിൽ എഴുന്നേൽക്കാൻ കാരണം അവർ നമ്മളെക്കാൾ ബലവാന്മാരായതുകൊണ്ടല്ല, ഒരുപക്ഷെ അവർ നമ്മളെക്കാൾ ബലഹീനരാ. പക്ഷെ അവർ ദൈവസനിൽ തിരിഞ്ഞു വരാൻ തയ്യാറാകുന്നത് കൊണ്ടും അവർ ദൈവകൃപയിൽ ആശ്രയിക്കാൻ തയ്യാറാകുന്നത് കൊണ്ടും അവരുടെ വലിയ യുദ്ധങ്ങളിൽ അവർ ഇന്നും ജയിച്ചു നിൽക്കുക.
Spiritual warfare is common to every child of God. Every child of God has to go through the spiritual warfare. But it is not about your power and your might, but it's about your attitude and your mentality. If you trust in the power of God rather your own, God will give you the success and the victory in the days to come. If you trust in your power, in your intellect and in your capacity, spiritual warfare may fail you. ഇവിടെ ഇതാ യേശു കർത്താവ് 31-32 വാക്യങ്ങളിൽ പത്രോസിനെ വിളിച്ചിട്ട് അടുത്ത് വരികയാണ്. പത്രോസേ, പത്രോസേ, നിന്നെ സാത്താൻ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. 2 വട്ടം പത്രോസിനെ കർത്താവ് അവിടെ വിളിക്കുകയാണ്. നമുക്കറിയാം ചരിത്രമൊക്കെ, നിങ്ങളൊക്കെ വളരെ നന്നായി ദൈവവചനം പഠിക്കുന്നവരാണ്. 1-ലധികം വട്ടം ഹല്ലേലൂയ ഒരു വ്യക്തിയുടെ പേര് കർത്താവ് ആവർത്തിച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് നന്നായിട്ട് അറിയാം. എന്തോ ഒരു വാണിംഗ് കൊടുക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ ദൈവം 2 വട്ടം ഒരാളുടെ പേര് വിളിക്കുന്നതെന്ന് പുതിയ നിയമം ഹീബ്രുവിൽ നമ്മളെ ഗ്രീക്കിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. When God repeats the same name and when God speak to somebody or call his name repeatedly, there is a warning. പക്ഷെ നമുക്കെന്നാ നമ്മുടെ അകത്ത് കയറിയിരിക്കുന്ന ചിന്ത എന്നറിയാവോ? ഒരു വർഷം തന്നെ 10 വട്ടം ദൂത് കേട്ടാൽ അതിൻ്റെ അർത്ഥം ഞാൻ സഭയിലെ ഗ്രേറ്റ് ആണെന്നാ. 12 മാസത്തിനകത്ത് പലവട്ടം ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചാൽ നമ്മുടെ അകത്ത് കയറുന്ന ഒരു ദുരാത്മാവിൻ്റെ പേരാണ് നിഗളം. നമുക്ക് തോന്നും, എടാ ഈ 110-320 പേര് സഭയ്ക്കകത്ത് കടന്നു വന്നിട്ട് എന്നോട് എന്തേ അഗൈൻ ആൻഡ് അഗൈൻ God has sent his prophets and speaking to me. Remember, ദൈവം ചിലപ്പോഴൊക്കെ കൂടെ നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ കാരണം നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ വീണു പോകാൻ ഒരു സാധ്യത മുന്നിൽ കിടക്കുന്നത് കൊണ്ട് നാം തകരരുതെന്ന് കരുതുന്ന ദൈവം ചിലപ്പോഴൊക്കെ കൂടെ സംസാരിക്കും. കൂടെ സംസാരിക്കുന്നത് തട്ടി എഴുന്നേൽപ്പിക്കാനാ. കാരണം യേശുവിന് മാത്രമേ ചില യുദ്ധങ്ങളെ കാണാൻ കഴിയൂ. നമ്മുടെ കണ്ണുകൾക്ക് ഇത് കാണാൻ കഴിയുമെന്ന് വരികയില്ല. കർത്താവ് പത്രോസിനെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, 2-ലധികം വട്ടം വിളിച്ചിട്ട് പറഞ്ഞു, പത്രോസേ, പത്രോസേ, സാത്താൻ നിന്നെ പാറ്റിക്കളയേണ്ടതിന്. എന്തിനാണെന്ന് അറിയാമോ? പത്രോസ്, youngsters also there. Hallelujah. When God has called the name of the Peter again and again repeatedly, Jesus want to Peter to know that the gravity of a spiritual attack behind him. അവന്റെ പുറകിൽ ഒരു സ്പിരിച്വൽ അറ്റാക്ക് ഉണ്ടെന്ന് അറിയണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. സ്തോത്രം. ആ വാക്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുകയാണ്, ശിമോനെ, നിന്നെ സാത്താൻ പാറ്റേണ്ടതിന് സ്തോത്രം എന്നോട് പലവട്ടം അനുവാദം ചോദിച്ചു. പക്ഷെ നീ വീണു പോകാതിരിക്കേണ്ടതിന് ഞാൻ പിതാവിനോട് പ്രാർത്ഥിച്ചു. 3.5 വട്ടത്തെ ആത്മിക ജീവിതത്തിൽ പത്രോസ് നിൽക്കുന്നത് സഭയ്ക്ക് പുറത്തല്ല, സഭയ്ക്ക് അകത്താണ്. ദൈവം പത്രോസിനെ വിളിച്ച അന്നു മുതൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ദൈവം വിളിച്ച അന്നു മുതൽ, ദൈവം നിയോഗിച്ച അന്നു മുതൽ പത്രോസ് ഇരിക്കുന്നത് സഭയ്ക്കകത്താണ്, ദൈവത്തിൻ്റെ കരുതലിൻ്റെ അകത്താണ്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ്റെ അകത്താണ്, ദൈവത്തിൻ്റെ ടീമിനകത്താണ്. എന്തിനേറെ, ദൈവത്തിൻ്റെ അപ്പോസ്തോലികത്തിനകത്താണ്, ദൈവത്തിൻ്റെ വിളിക്കകത്താണ്, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾക്കകത്താണ്. ഇനി എന്നാ വേണ്ടേ? അവൻ അകത്തു വിളിച്ച് നട്ട തൈയാണ് പത്രോസ്. അവൻ എറിഞ്ഞു വീണ് കിളുത്ത തൈയല്ല, ദൈവം പറിച്ചു നട്ട തൈയാണ്. പക്ഷേ അതിൻ്റെ ഇടയിലും പത്രോസിനെ തകർത്ത് കളയേണ്ടതിനു വേണ്ടി അന്ധകാര മണ്ഡലങ്ങളിൽ, അദൃശ്യ മണ്ഡലങ്ങളിൽ അവന്റെ പേര് പറഞ്ഞ് ഒരു വിലപേശല് നടക്കുകയാണ്. എന്റെ സന്ദേശം ഇതാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കുമ്പോഴും നിങ്ങൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാം. എത്ര പേര് ആമേൻ എന്ന് പറയും? അല്പസമയങ്ങളൊന്ന് അന്യഭാഷയിലൊന്ന് സംസാരിച്ചേ. അന്യഭാഷയിലൊന്ന് സംസാരിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കുമ്പോഴും, കൃപാവരത്തിന്റെ അകത്ത് നിൽക്കുമ്പോഴും, അന്യഭാഷയിൽ ജ്വലിക്കുമ്പോഴും, ഹല്ലേലൂയ, ദൂതുകൾ നിരവധി കേൾക്കുമ്പോഴും, ഹല്ലേലൂയ, ദർശനവും വെളിപ്പാടും നിങ്ങളുടെ അകത്ത് ഇരിക്കുമ്പോഴും നിങ്ങൾ പിശാചിനാൽ പാറ്റിക്കളയേണ്ടതിന്, സാത്താനാൽ തകർക്കപ്പെടേണ്ടതിന് ഒരു ആത്മീയ യുദ്ധത്തിന്റെ അകത്ത് നിങ്ങൾ കടന്നു പോകേണ്ടി വന്നേക്കാം. ഒരിക്കലും ചിന്തിക്കരുത്, even when you are in the warmness of Jesus, even when you are in the spiritual care and the protection of the Holy Spirit, even when you are in the spiritual
spiritual fire. Even when we are encouraged in the word of God, and there is a chance that you can be tested by the devil. ഇന്ന് രാത്രി പരീക്ഷയിൽ നിന്ന് നിങ്ങൾ അകന്നവരല്ല, പോരാട്ടത്തിൽ നിന്ന് നിങ്ങൾ അകന്നവരല്ല, ആമേൻ, തകർച്ചയിൽ നിന്ന് നിങ്ങൾ അകന്നവരല്ല. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറയുന്നത്, നിൽക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ നിങ്ങൾ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. ഒടുവിൽ കർത്താവിന്റെ അവൻ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് അവന്റെ സർവായുധ വർഗങ്ങൾ നിങ്ങൾ ധരിച്ചുകൊള്ളുവിൻ. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും നമുക്ക് പോരാട്ടമുണ്ട്. Even when there is an anointing upon you, even when a mantle is fall on you, even when a supernatural plan of God is in you, even when the fire of the anointing is moving upon you, you can be tested, you can be shaken, you can be questioned, your ministry can be challenged by the devil. So you have to be so careful about the presence of spiritual warfare, even when you are a spiritual, even when you are a believer, even when you are a pastor. നിങ്ങൾ ദൈവകൃപയിൽ നിൽക്കുമ്പോഴോ we have to be careful about a spiritual warfare. പത്രോസ് യേശുവിനോട് കൂടെ നിൽക്കുന്നത് മാത്രമല്ല, സകല ശുശ്രൂഷയ്ക്കും മുമ്പിലുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പാ ഈരണ്ടായിട്ട് യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് അല്ലേ? അതെ. അവര് ഗ്രാമങ്ങളിൽ പോയി തിരിച്ചു വന്നു. എന്നിട്ട് പറയാ, ഭൂതങ്ങൾ പോലും നിന്റെ നാമത്തിൽ, ഒന്ന് പറഞ്ഞേ, ഭൂതങ്ങൾ പോലും നിന്റെ നാമത്തിൽ കീഴടങ്ങുക. എടാ, ഭൂതങ്ങൾ പോലും കീഴടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ യേശു പറഞ്ഞ വെളിപ്പാട് കേട്ടായിരുന്നോ? ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ താഴെ വീഴുന്നത് പോലെ ദുരാത്മാക്കളുടെ കിങ്ഡം വിറയ്ക്കുന്നത് ഞാൻ കാണുന്നു എന്നല്ലേ പറഞ്ഞേ? ആണല്ലോ. എന്നിട്ട് യേശു പറയാ, പത്രോസേ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. എൻ്റെ ലാംഗ്വേജിൽ, എൻ്റെ ഭാഷയിൽ, എൻ്റെ ശൈലിയിൽ ആമേൻ ഡെലിവറൻസ് മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സാത്താന്റെ നോട്ടം നിന്റെ ശുശ്രൂഷയല്ല, സാത്താന്റെ നോട്ടം നിന്നെ തകർത്ത് കളയാനാ. യോശുവ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് സാത്താനും സ്വർഗത്തിൽ ചെന്നു. ഇയ്യോബ് ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുമ്പോഴും തൊട്ടപ്പുറത്ത്, സ്തോത്രം, സാത്താൻ ദൈവത്തോട് ചെന്ന് വില പറയുകയാണ്, എനിക്ക് അവനെ തകർത്ത് കളയണം. യേശു സ്നാനക്കുളത്തിൽ നിന്ന് കയറി ഇടിമുഴക്കുന്ന ശബ്ദത്തോടു കൂടെ പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവശബ്ദം കേട്ടിട്ട് അടുത്ത ചെരുപ്പിട്ട് പുറത്തിറങ്ങിയപ്പോഴേ ഹല്ലേലൂയ, മരുഭൂമിയിൽ സാത്താൻ ചെന്നിട്ട് പറയുകയാണ്, ഈ കല്ലുകളോട് അപ്പമായി തീരുക. അവനെ തകർത്ത് കളയുവാൻ സാത്താൻ അവൻ്റെ അടുത്ത് നിൽക്കുക. മൂന്ന് സ്വർഗത്തിൽ കയറി താഴോട്ടിറങ്ങി വന്ന പൗലോസിന്റെ അടുത്തേക്ക് സാത്താൻ ചെന്നിട്ട് പറയുകയാണ്, ഇവനെ കുത്താൻ ഒരു മുള്ളു വെച്ചിട്ടുണ്ട്, ഇവനെ വിട്ടുമാറുകയില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആത്മിക യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള എപ്പോഴാണെന്നറിയാമോ? ഉപവാസ പ്രാർത്ഥന നിർത്തുമ്പോഴല്ല. When Satan is so cunning, so careful, when we are unaware about his presence, that's the time he take over us. നമ്മൾ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും ആത്മിക യുദ്ധത്തെക്കുറിച്ചും അറിവില്ലാത്തവരായി ഏത് സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോകുന്നു, അപ്പോഴായിരിക്കും പിശാച് നമ്മുടെ മേൽ ജയം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ഒന്നാമത്തെ ദൂത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ തന്നെ പിശാചിന് നമുക്കെതിരെ വില പറയാം. ഹല്ലേലൂയ. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം കേട്ടോണേ. ഷിമോനെ, സാത്താൻ നിന്നെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, പക്ഷെ ഞാൻ പിതാവിനോട് പ്രാർത്ഥിച്ചു. ഷീമോൻ ഇപ്പം വലിയ തിരക്കില. എന്താ തിരക്കെന്നറിയാവോ? ഒന്ന്, യൂദായെ എങ്ങനെങ്കിലും, സ്തോത്ര, യൂദായുടെ കള്ളത്തരം ഒന്ന് വെളിച്ചത്താക്കണം. രണ്ടാമത്, ഷീമോൻ ഈസ് സോ ബിസി, കാരണം എപ്പോഴോ ഇടയ്ക്കൊക്കെ വെച്ച് കേട്ടു യാക്കോബും യോഹന്നാനൂടെ ഇടത്തും വലത്തും ഇരിക്കാനായിട്ട്
പ്ലാൻ ചെയ്യുന്നെന്ന്. ഇത് കേട്ടപ്പോൾ തൊട്ട് ഉറക്കമില്ലാതെ പത്രോസ് നടക്കുകയാണ്. പിന്നെ കേട്ടു എപ്പോഴോ യേശു ക്രൂശിക്കപ്പെടാൻ പോവുകയാണെന്ന്. എന്നാൽ അവന് വേണ്ടി മരിക്കാനും വാളെടുക്കാനും തയ്യാറായി സഭയെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ആമേൻ ശീമോൻ പത്രോസ് കസാര ഇളകാതെ സൂക്ഷിക്കാൻ വേണ്ടി ശീമോൻ പത്രോസ് ഓടി നടക്കുകയാണ്. പക്ഷേ അവിടെ ഹല്ലേലൂയ യേശു കർത്താവ് പറയുകയാണ്, ശീമോനെ ശീമോനെ, നീ കാണാത്തത് ചിലത് അദൃശ്യ മണ്ഡലത്തിൽ നടക്കുക. നീ കാണുന്നത് യാക്കോബും യോഹനാനും തമ്മിലുള്ള അടിയാ. നീ കാണുന്നത് യൂദായുടെ കള്ളത്തരമാ. നീ കാണുന്നത് ആമേൻ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ജനം ഒരുങ്ങുന്നതിന്റെ തയ്യാറെടുപ്പുകളാ. പക്ഷെ നീ കാണാത്ത ചിലത് ഞാൻ കാണുന്നുണ്ട്. നിന്റെ കണ്ണിൽ ചെറിയ യുദ്ധങ്ങളാണെങ്കിൽ എൻ്റെ കണ്ണിൽ വലിയ യുദ്ധങ്ങളാണ്. നാം കാണാത്ത അദൃശ്യ മണ്ഡലങ്ങളിൽ നമുക്ക് വിരോധമായി ചിലത് നടക്കുന്നത് നാം കാണണമെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ ആമേൻ നമുക്ക് വിരോധമായുള്ള കൈയെഴുത്തും നമുക്ക് വിരോധമായുള്ള വിലപറച്ചിലും നമ്മുടെ ജീവന് വിരോധമായുള്ള സാത്താന്റെ തന്ത്രങ്ങളെ കാണുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആ കാണാത്ത കാലത്ത് കാണാത്ത ലോകത്ത് നമുക്ക് വിരോധമായി ചിലത് നടക്കുന്നുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? There is a spiritual warfare behind us. യേശു കർത്താവ് പറയുക, നിന്നെ പാറ്റിക്കളയേണ്ടതിന് വേണ്ടി എന്നോട് ചോദിച്ചെന്ന്. ചോദിക്കൂന്നാണോ? ചോദിച്ചുകൊണ്ടിരിക്കുവാണെന്നാണോ? ചോദിച്ചു. It's talking about past tense. Hallelujah. Satan wanted to swift you like a wheat, but I have prayed. Everything is written in the past tense, not in the present tense. അതിന്റെ അർത്ഥം എന്നാന്ന് അറിയാമോ? ഹല്ലേലൂയ. സമാധാനത്തോടുകൂടെ ലോകത്തിന്റെ ചിന്തകളുമായി യെരൂശലേം രാജ്യം യഥാസ്ഥാപനത്താക്കുന്ന ചിന്തകളുമായി ആമേൻ ഇടത്തും വലത്തും ഇരിക്കാൻ ഒരവസരം കിട്ടാൻ വേണ്ടി ഉള്ള ചിന്തകളുമായി പത്രോസ് ഈ ലോകത്തിലെ കൊച്ചു കൊച്ചു യുദ്ധങ്ങളിൽ ഇൻ ദ പെറ്റി ഇഷ്യൂസിൽ ആമേൻ പത്രോസ് ബിസി ആയിട്ടിരിക്കുമ്പോൾ ഇന്നലകളിൽ അവന് വേണ്ടി ചില വിലപറച്ചിലുകൾ നടന്നത് പത്രോസ് അറിഞ്ഞിട്ടില്ല. പക്ഷേ രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാതെ യേശു എഴുന്നേറ്റിരുന്ന് മലമുകളിലും താഴ്വരകളിലുമായി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പത്രോസ് ഓർത്തു, നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് യേശു പോകുന്നതെന്ന്. അല്ല, ആമേൻ വില പറയുന്ന പിശാചിനെതിരെ ശിഷ്യന്മാരുടെ വിശ്വാസം തകർന്നു പോകാതിരിക്കേണ്ടതിന് ഇടിവിൽ നിൽക്കുന്ന ഒരു യേശുവിനെയോ ഇന്ന് രാത്രി നമ്മൾ കാണേണ്ടത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ഇന്നലകൾ നടന്ന യുദ്ധം നീ കണ്ടിട്ടില്ല, പക്ഷെ അവൻ കണ്ടു. എത്ര പ്രാവശ്യം സാത്താൻ നമ്മളെ കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് ദൈവത്തോട് അനുവാദം ചോദിച്ച രാത്രികളിൽ നമ്മൾ കൂർക്കം വലിച്ചുറങ്ങിയ രാത്രികൾ, നമ്മൾ ശ്രദ്ധിക്കാതെ ഓടി നടന്ന രാത്രികൾ, ഹല്ലേലൂയ, നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കിടന്നുറങ്ങിയ രാത്രികൾ, നമ്മൾ കൊച്ചു കൊച്ചു വിഷയങ്ങളിൽ പണമുണ്ടാക്കാനോ പ്രതാപത്തിന് വേണ്ടിയോ ഒരുപക്ഷെ ഓടി നടന്ന രാത്രികൾ, ഹല്ലേലൂയ, കസാര പോകാതിരിക്കാൻ മുറുക്ക പിടിച്ച രാത്രികൾ. യേശു പറയുകയാണ്, നീ ഇവിടുത്തെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക. കാരണം നിനക്ക് വലുത് കസാരയാണെങ്കിൽ എനിക്ക് വലുത് നിന്റെ ജീവനോ, എനിക്ക് വലുത് നിന്റെ വിശ്വാസമോ. ഹല്ലേലൂയ. എനിക്ക് വലുത് വിശ്വാസമാ, എനിക്ക് വലുത് നിന്റെ ജീവനാ. നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഒന്നുകൂടെ ഞാനതിനെ വെർബലൈസ് ചെയ്യട്ടെ, ലോക്കലൈസ് ചെയ്യട്ടെ. ശീമോൻ പ്രാർത്ഥിക്കുന്നത് ശീമോന്റെ അന്നത്തെ കാര്യങ്ങൾ നടക്കാനാണെങ്കിൽ ദൈവം പ്രാർത്ഥിക്കുന്നത് അവൻ്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നവന് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല, പക്ഷെ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നവന് ആത്മാവ് ആഗ്രഹിക്കുന്നത്, ആത്മാവിൻ്റെ ഞരക്കങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിലയുള്ളതിനെ ചോദ്യം ചെയ്യാൻ പിശാച് വന്ന് നിൽക്കുക. വീട് ചോദ്യം ചെയ്യാനല്ല, വീട് ജപ്തി ചെയ്യാനല്ല, മോർഗേജ് നമ്മളെ കൊണ്ട് അടപ്പിക്കാതിരിക്കാനല്ല, കാറിൻ്റെ EMI തീർക്കാതിരിക്കാനല്ല, കൊച്ചിന് പ്രൊമോഷൻ കിട്ടാതിരിക്കാനല്ല. ഹല്ലേലൂയ. നമുക്കൊക്കെ ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ച ചില കള്ളത്തരങ്ങൾ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമുക്ക് നന്മ വന്ന പിശാചിന് അസൂയാണെന്ന് ഒരിക്കലും ഇല്ല. ഒരു വീട് എടുക്കണമെന്നല്ല, 9 വീട് നമ്മൾ മേടിക്കണം അമേരിക്കൻ പട്ടണത്തിൽ എന്നാ സാത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ 9 വീട് മേടിച്ചാൽ നമ്മൾ ആരും പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ നന്മ ഉണ്ടാക്കിയാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കത്തില്ല. പക്ഷെ ദൈവം പറയുകയാണ്, നിന്റെ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിന്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിപ്പാൻ, നിന്റെ ആമേൻ വിശ്വാസം നഷ്ടപ്പെടാതിരിപ്പാൻ, നിന്നിൽ ഞാൻ പകർന്ന നിക്ഷേപങ്ങൾ പിശാച് മോട്ടിച്ചോണ്ട് പോകാതിരിക്കാൻ ഞാൻ ഇന്ന് രാത്രി ഇടിവിൽ നിൽക്കുമ്പോൾ നിനക്ക് എന്നോടൊപ്പം ഒരു നാഴിക ഉണർന്നിരിപ്പാൻ മനസ്സുണ്ടോ? ഈ 2024
many a time the evil schemes wanted, he has planned, all the strategy to finish us off. പക്ഷേ God was there to intercede us. നമ്മൾ അല്പസമയങ്ങൾ ഹല്ലേലൂയ നമുക്കെതിരെ വില പറയുന്ന ആമേൻ ദുർവ്യാപാരങ്ങൾക്കെതിരെ നമുക്ക് യേശുവിനോടൊപ്പം ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാലോ? നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയും എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചോ. കർത്താവേ, എൻ്റെ വിലയേറിയതിനെ തട്ടിക്കൊണ്ടുപോകാൻ, ആമേൻ എൻ്റെ അകത്ത് പകർന്ന മൂല്യമുള്ളതിനെ ഇല്ലാതാക്കാൻ, ഹല്ലേലൂയ എൻ്റെ വിശ്വാസത്തെ, എൻ്റെ അഭിഷേകത്തെ, എൻ്റെ കൃപാവരങ്ങളെ, എൻ്റെ വിളിയെ, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപയെ നഷ്ടമാക്കാൻ ആമേൻ ചിലത് ഞാൻ കാണാത്ത മണ്ഡലങ്ങളിൽ മൂന്നാം സ്വർഗത്തിൽ നിന്ന് മീഖായേലിനോടും ഗബ്രിയേലിനോടും വാദിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുവിനോട് വില പറയുമ്പോൾ, ഇന്ന് രാത്രി എൻ്റെ കൃപ നഷ്ടപ്പെട്ട് പോകാതിരിക്കേണ്ടതിന് എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ മേൽ നിന്റെ കൃപ പകരണമേന്ന് ചില മിനിറ്റുകൾ യേശുപ്പച്ചനോടൊന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഈ വചനത്തോടൊന്ന് പ്രതികരിച്ചേ. പത്രോസേ, നിനക്ക് വേണ്ടി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, പക്ഷെ ഇന്ന് ആത്മാവ് നിന്റെ മേലുണ്ട്. നിനക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ പറ്റും, എന്നോടൊപ്പം നിനക്കും യുദ്ധം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ, ഞാൻ നിനക്ക് വേണ്ടി പോരാടുമ്പോ എന്നോടൊപ്പം നിനക്കും പോരാടോ. നടക്കാൻ പോകുന്ന യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ നടന്ന യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് എത്ര പേർക്കറിയാം? നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ശരിയാ, പക്ഷെ നടന്ന യുദ്ധങ്ങൾ, ഇതിനു മുമ്പ് നടന്ന വില പറച്ചിൽ ദൈവം വെളിപ്പെടുത്തുക. നിങ്ങൾ എത്ര പേർക്കറിയാം? കഴിഞ്ഞ 12 മാസങ്ങൾ നമ്മൾ കടന്നു പോയപ്പോൾ എത്ര പ്രാവശ്യം ഈ യുദ്ധങ്ങൾ നമുക്കെതിരെ നടന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ അറിയാതെ, ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ച പോലെ, നാം അറിയാതെ നമ്മോടുകൂടെ നടക്കുന്ന ആ ഒരു ദൈവ സാന്നിധ്യ നിമിത്തം എത്ര യുദ്ധങ്ങളെ നമ്മൾ ജയിച്ചു, എത്ര അപകടങ്ങളെ നമ്മൾ ജയിച്ചു, എത്ര കുടുംബ തകർച്ചകളെ നമ്മൾ ജയിച്ചു, എത്ര വാഹന ആക്സിഡന്റുകളെ നമ്മൾ ജയിച്ചു, എത്ര കിഡ്നി ഹാർട്ട് സർജറികളെ നമ്മൾ ജയിച്ചു, എത്ര ഡിവോഴ്സുകളെ നമ്മൾ ജയിച്ചു, എത്ര അഡിക്ഷൻസിനെ നമ്മൾ ജയിച്ചു. അതിന്റെ കാരണം നമ്മൾ ഉപവാസ പ്രാർത്ഥന വീരന്മാരായതുകൊണ്ടല്ല, നാം അറിയാതെ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നുകൊണ്ട്. സാത്താൻ പത്രോസിനെ കുറിച്ച് ചോദിക്കുന്നത്, പത്രോസിന്റെ വീട് തരാമോ, പത്രോസിന്റെ വണ്ടി തരാമോ, പത്രോസിന്റെ വള്ളം തരാമോ എന്നല്ല. സൈത്താൻ ഈസ് ആസ്കിങ് ആൻഡ് ബാർഗെയിനിങ് ഫോർ ഹിസ് ലൈഫ്. മൂല്യമുള്ളതിനെ മാത്രം പിശാചിന് മതി. ഹല്ലേലൂയ. വലിയ കള്ളന്മാര് വീട്ടിൽ കയറുന്നതൊന്നും ആരുടെയും സാരിയും തോർത്തുമുണ്ടും ഒന്നും അടിച്ചുകൊണ്ട് പോകാനല്ലാണോ? കേരളത്തിലെ കാര്യം, ഇവിടുത്തെ കള്ളന്മാരുടെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. സ്വന്തം ഞാൻ ആകപ്പാടെ ഇത്ര ദിവസങ്ങളെ ആയിട്ടുള്ളൂ, അത് നിങ്ങൾക്കറിയാം. ഞാൻ കേരളത്തിൽ മലയാളി ആയതുകൊണ്ടോ ഞാൻ പറയട്ടെ, കള്ളന്മാർ സാധാരണ കൊച്ചു കള്ളന്മാരാണ് വന്ന് സാരിയും തോർത്തുമുണ്ടും ഒക്കെ അടിച്ചു കുറ്റിച്ചൂലും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷെ വലിയ കള്ളന്മാർ വരുന്നത് നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വിലയുള്ളതിനെ കൊണ്ടുപോകാനാണെങ്കിൽ പിശാചിന് വേണ്ടതും അത് തന്നെയാണ്. സാത്താന് വേണ്ടത് നമ്മുടെ വീടോ നമ്മുടെ കാറോ എന്നതിനേക്കാൾ ഉപരി സാത്താന് വേണ്ടത് എന്താണോ നമ്മുടെ അകത്ത് മൂല്യമുള്ളത്, എന്താണോ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഒറിജിനൽ വില പിശാചിന് അറിയാം കേട്ടോ. പലപ്പോഴും നമ്മൾ നമ്മുടെ വില അറിയാതെ യാത്ര ചെയ്യുമ്പോൾ God says, I know the value of your spirit, I know the value of your mantle, I know the value of your anointing, I know the value of your promises. You are considering as something is so much valuable, but God says, I know, and even the spirit of evil know what is valuable in you. Satan is bargaining for the valuable things of your life. Hallelujah. ഗെദസമനയിലും ഈ ദുർവ്യാപാരം കടന്നു ചെന്നു. ഗെദസമന തോട്ടത്തിൽ പത്രോസ്, താങ്ക് യു സോ മച്ച് ബ്രദർ, പത്രോസ് വളരെ യേശുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഗെദസമനയിൽ വാളൂരിയെടുത്തപ്പോൾ അവിടെയും ഈ പിശാചു വില പറയാൻ ചെന്നു. പത്രോസ് വാളൂരി ശതാധിപന്റെ കാത് അറുത്തു. ആവേശത്തിന്റെ പുറത്തും ആത്മികത്തിന്റെ പുറത്തും ചെയ്തതാ ഈ വാളെടുപ്പ്. അല്ലാതെ അനാത്മികതയുടെ പുറത്തോ അവിശ്വാസത്തിന്റെ പുറത്തോ പിന്മാറ്റത്തിന്റെ പുറത്തോ ചെയ്തതല്ല. ആർക്കു വേണ്ടിയാ വാളെടുത്തേ? യേശുവിന് വേണ്ടിയാ വാളെടുത്തേ.
അല്ലല്ലേ? നമ്മളീ പലരും അങ്ങനെയാ. ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന വാള് യേശുവിന് വേണ്ടി ആയിരുന്നെങ്കിലും അത് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചതാണോ എന്ന് ഒന്ന് ചോദിച്ചെങ്കിൽ മാത്രമേ ഈ യുദ്ധം ആത്മീകമാണോ എന്ന് നമുക്കറിയാൻ പറ്റുകയുള്ളൂ. ചില ആവേശങ്ങൾ അഭിഷേകത്തിൽ വരുന്ന ആവേശങ്ങളല്ല. ഒരുപക്ഷെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആയിരിക്കാം, ഒരുപക്ഷെ ഫോർ ജീസസ് ആയിരിക്കാം, ആൻഡ് ഒരുപക്ഷെ വിത്ത് ജീസസ് ആയിരിക്കാം. പക്ഷെ ഫോർ ജീസസും വിത്ത് ജീസസും ഒന്നും ദൈവം കൺസിഡർ ചെയ്യുന്നില്ല. ആമേൻ. ചിലപ്പോഴൊക്കെ നമ്മളെ കൊണ്ട് വാളെടുപ്പിക്കുന്നത് ആത്മാവല്ല, ജഡമാ. വാളെടുത്ത് വെട്ടി കാതറുത്തിരുന്നെങ്കിലേ പിറ്റേ ദിവസം പത്രോസ് എവിടെ കിടന്നേനെന്നറിയാവോ? ജയിലിൽ കിടന്നേനെ. ഹല്ലേലൂയ. ഇത് ക്രിമിനൽ കുറ്റവാ. അങ്ങനാണെങ്കിൽ പിശാച് കൈകൊട്ടി ചിരിച്ചേനെ. അവിടെ വെച്ച് പാറ്റിക്കളയാൻ പറ്റിയില്ല, എന്നാൽ ഗെത്സമനെ വെച്ച് പാറ്റിക്കളയാൻ പറ്റി. ഒരുവൻ ക്രൂശിലും മറ്റൊരുവൻ ജയിലിലും. പിശാചിന് സന്തോഷിക്കാൻ വേറെ വല്ല വക വേണോ? കർത്താവ് എന്നാ ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ. ഉടനെ തന്നെ ശതാധിപന്റെ കാതെടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാരും ഇനി അറിയണ്ട, വാളകത്തിട് പത്രോസേ. ചിലപ്പോഴൊക്കെ നമ്മളെടുത്ത വാള് നിമിത്തം ആമേൻ പലരും മുറിവേറ്റപ്പോൾ, ചിലപ്പോൾ നമ്മളെടുത്ത വാള് നിമിത്തം ആമേൻ ചില ബ്ലഡ് ഷെട്ടുകൾ ഉണ്ടായി. ഞാൻ സ്പിരിച്വലിയാണ് സംസാരിക്കുന്നത്. നമ്മളെടുത്ത വാള് നിമിത്തം ദൈവകൃപകൾ കുടുംബത്തിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു. നമ്മളെടുത്ത വാള് നിമിത്തം കുടുംബ ബന്ധങ്ങളിൽ മുറിവേറ്റു. സാത്താൻ ഓർത്തു എല്ലാം അവസാനിച്ചെന്ന്. പക്ഷേ ഇരുചെവി അറിയാതെ ഗെത്സമനിൽ നടന്ന യുദ്ധത്തെ ദൈവം തന്നെ പരിഹരിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുകയാണ്, നമ്മൾ തകർക്കപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് രണ്ടുപേരറിയാതെ ദൈവം ചില യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവമാ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹേരോദാവ് ആമേൻ പത്രോസിനെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഹേരോദാവിന് വേണ്ടതും പത്രോസിന്റെ ജീവനെ തന്നെയാണ്. 3 ഘട്ടങ്ങളിൽ ആമേൻ ഒത്തിരി ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ഇന്ന് രാത്രി 3 സംസാരിക്കുന്നത്. 1, പത്രോസിനെ പാറ്റിക്കളയാൻ യേശുവിനോട് നേരിട്ട് എന്ന് ചോദിച്ചു. 2, പത്രോസിനെ പാറ്റിക്കളയാൻ ഗെത്സമനിയിൽ വെച്ച് വാളെടുപ്പിച്ചു. 3, പത്രോസിനെ പാറ്റിക്കളയാൻ ആമേൻ ആക്ട്സ് ചാപ്റ്റർ 12 അകത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഹേരോദാവ് അവന് വില പറഞ്ഞു, ആമേൻ കാവൽ വെച്ചെന്ന്. അതിൻ്റെ അർത്ഥം 24 മണിക്കൂർ മാത്രമേ പത്രോസിന് ജീവിക്കാൻ സമയമുണ്ടായിട്ടുള്ളൂ. There are 3 times Peter had to go through the denial of Jesus, and the anointing had to be to be loosened from his life. Number 1, and Peter was bargained, spirit was bargained, and for the life of the Peter. And the second time we see Peter in Gethsemane taking the sword to kill other person. There also he could have been loosened the anointing. And third time in Acts chapter 12 we see that Peter was bound up in chain. There also the king Herod wanted to finish his off the ministry. 3 times the trial was happened in Peter's life, but യേശു 3 വട്ടവും അതിൽ നിന്ന് അവനെ വിടുവിക്കുകയാണ്. എന്നാൽ ശ്രദ്ധിച്ചോ, 2 വട്ടം യേശു അവനെ പ്രൊട്ടക്ട് ചെയ്തെങ്കിൽ 3-ാമത്തെ വട്ടം ഹേരോദാവിന്റെ ജയിലിന്റെ അകത്ത് 12-ാം അധ്യായത്തിൽ പത്രോസ് കിടക്കുമ്പോൾ യേശുവിന്റെ കരവിറങ്ങി വന്ന് നല്ല എഴുതിയിരിക്കുന്നത്, അവനിൽ വ്യാപരിച്ച പരിശുദ്ധാത്മ അഭിഷേക നിമിത്തം ദൂതൻ ഇറങ്ങി 3-ാമത്തെ കാരാഗ്രഹത്തിന്റെ കവാടം പൊട്ടിച്ചെങ്കിൽ എല്ലാം ഇപ്പോഴും യേശു രക്ഷിച്ചു എന്ന് പറഞ്ഞ് ആമേൻ കൃപയിൽ മാത്രം ആശ്രയിക്കരുത്. അതിൽ നിന്ന് വളർന്ന് 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 നമ്മൾ അഭിഷേകത്തിൽ ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ ആത്മീക യുദ്ധങ്ങളെ ജയിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരും. നമ്മളറിയാതെ ചില യുദ്ധങ്ങളെ കർത്താവ് ജയിപ്പിച്ചു എന്നുള്ളത് ശരിയാ. നമ്മളറിയാതെ ചില യുദ്ധങ്ങൾ മാറിപ്പോയി എന്നുള്ളതും ശരിയാ. എന്നും പറഞ്ഞ് കിടന്നുറങ്ങാനല്ല ദൈവം ആഗ്രഹിക്കുന്നേ. ഹല്ലേലൂയ. എന്നും വാരി കഴിപ്പിച്ച് ആ കുഞ്ഞ് വളരാതിരിക്കുന്നത് അപ്പന് ഇഷ്ടമല്ല. അപ്പൻ്റെ ആഗ്രഹം ഒരു ദിവസം ആ കുഞ്ഞ് വളരണം, അവൻ എടുത്ത് കഴിക്കണമെന്ന് മാത്രമല്ല, അവൻ കുക്ക് ചെയ്യാൻ തുടങ്ങണം, അവൻ വീട്ടിലെ റെസ്പോൺസിബിൾ പേഴ്സണായി തീരണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്. അത് സംഭവിച്ചു. ഹല്ലേലൂയ. 2 വട്ടം വീണുപോയ പത്രോസിന്റെ 3-ാമത്തെ യാത്ര നമ്മൾ കാണുകയാണ്. ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി, അവൻ ആത്മാവിൽ നിറവുള്ളവനായി അവൻ കർത്താവിന്റെ വേല ചെയ്തു. അവൻ ദൂതനോടൊപ്പം അവൻ നടക്കാൻ പഠിച്ചു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് there is an angelic ministry for every children of God? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് there is an angelic ministry, an angelic presence of God with us? നമ്മളോടുകൂടെ നാം അറിയാതെ ദൈവത്തിന്റെ ദൂതന്മാർ നടക്കുന്നുണ്ട്. നമ്മളതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പഠിക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത സന്ദേശം എനിക്ക് പറയാനായിട്ടുള്ളത്, യേശു പറയാണ്, നിന്റെ ജീവന് നേരെ വില പറഞ്ഞപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. എപ്പോഴും ഓർത്തോണം, ഒരു യുദ്ധങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ സാധ്യമല്ല.
ഒരു ആത്മിക യുദ്ധവും നമുക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ സാധ്യമല്ല. സകല യുദ്ധങ്ങളും നമ്മൾ ജയിക്കുന്നത് യേശുവിൻ്റെ ആത്മാവിനാലാ. ഹല്ലേലൂയ. സാത്താൻ പത്രോസിന് വില പറഞ്ഞപ്പോൾ യേശു പറയുക, ഞാൻ പ്രാർത്ഥിച്ചു. റോമാലേഖനം അതിൻ്റെ ആർക്കെങ്കിലും വായിക്കാവുന്നവർക്ക് എന്നെ രണ്ട് വാക്യങ്ങളെങ്കിലും എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണമേ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യേശു പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാം. ഒരു യുദ്ധങ്ങളും നമുക്ക് തന്നെ ജയിക്കാൻ സാധ്യമല്ല. നമുക്ക് വേണ്ടി കർത്താവ് ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടാണ്, ദൈവം നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാണ് നമുക്ക് യുദ്ധങ്ങളെ ജയിക്കാൻ പറ്റുന്നത്. സ്തോത്രം. വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ യേശു പ്രാർത്ഥിച്ച സ്പെസിഫിക് വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ സാത്താൻ എന്നോട് നിന്നെ പാറ്റിക്കളയാൻ ചോദിച്ചു. ഞാൻ എന്താ പ്രാർത്ഥിച്ചേ? സാത്താൻ ചോദിച്ചെന്താ? സാത്താൻ ചോദിച്ചെന്നാ? ജീവനെ അല്ലേ? ഞാൻ പ്രാർത്ഥിച്ചെന്താ? വിശ്വാസം പോകാതിരിക്കാൻ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ദൂതുണ്ട്. പരീക്ഷ മാറിപ്പോകണമേ എന്നല്ല യേശു പ്രാർത്ഥിച്ചേ, അവൻ്റെ ജീവനെ കാത്തോണേന്നാ, അവൻ്റെ വിശ്വാസത്തെ കാത്തോണേന്നാ. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ പ്രാർത്ഥന കർത്താവേ പരീക്ഷ ഉണ്ടാവരുതെന്നാ, പരീക്ഷ മാറിപ്പോകണമെന്നാ. പക്ഷെ യേശു പറയാണ്, പരീക്ഷ ഉണ്ടാകുമെന്ന് എനിക്കറിയാം, പക്ഷേ പരീക്ഷയിൽ അകപ്പെട്ട് അവൻ്റെ വിശ്വാസം തകർന്നു പോയാൽ ഞാൻ ഇത്രയും നാളും ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം വെറുതെ ആയി പോകും അപ്പ. അതുകൊണ്ട് അവൻ്റെ വിശ്വാസത്തിൽ അവൻ വീണു പോകാതെ അവനെ കാത്തോണേ. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ആരെങ്കിലും എന്നെ ഒന്ന് വായിച്ച് സഹായിച്ച്. 17:15 യോഹന്നാൻ. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടോ. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, അവർ ലോകത്തിൽ ഇരുന്നോട്ടെ. ലോകത്തിൽ നിന്ന് കഷ്ടം ഉണ്ടാകാതിരിക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, കഷ്ടം ഉണ്ട്. പക്ഷെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തോണേ. എന്റെ ചോദ്യം, 12 ശിഷ്യന്മാരിൽ ആരെങ്കിലും ഉടലോടെ സ്വർഗത്തിൽ പോയോ? ആരും പോയില്ല. സകല ശിഷ്യന്മാരും പരീക്ഷിക്കപ്പെട്ടോ? പെട്ടു. അവൻ എല്ലാവരും രക്തസാക്ഷികളായില്ലേ? യോഹന്നാൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായി. പരീക്ഷിക്കപ്പെട്ടോ? പെട്ടു. വാളാൽ അറുക്കപ്പെട്ടോ? ക്രൂശിക്കപ്പെട്ടു. വെള്ളത്തിന്റെ അപകടം ഉണ്ടായോ? ഉണ്ടായി. കള്ളന്മാരാൽ പരീക്ഷിക്കപ്പെട്ടോ? പെട്ടു. പക്ഷേ യേശു പറയാണ്, ഉരുക്ക് ചൂളയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, തീയുടെ ശോധനയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഇവനിൽ പകരപ്പെട്ട വിശ്വാസം ഇവൻ നഷ്ടമാക്കി കളയാതെ അക്കരെ നാടണയുവോളം ഇവൻ കൃപയിൽ കാണണമേ എന്നാണ് ദൈവത്തിന്റെ നിലവിളി. എല്ലാ പരീക്ഷകളും ദൈവം എടുത്തു മാറ്റിയില്ല എന്ന് വന്നേക്കാം, എല്ലാ സങ്കടങ്ങളും ദൈവം എടുത്തു മാറ്റിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ വിശ്വാസം നമ്മൾ ഇന്ന് പോയി പോകാതിരിക്കാൻ വേണ്ടി ഒരുവൻ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. പ്രതിസന്ധി മാറിപ്പോയില്ല എങ്കിലും കൃപയിൽ ശക്തിപ്പെടാൻ കഴിഞ്ഞാൽ, ആമേൻ, രോഗങ്ങൾ മാറിപ്പോയില്ല എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ബലത്തിൽ ശക്തിപ്പെടാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാറ്റുകൂട്ടുന്നത്. അതിലൂടെ തീയിലൂടെ വെള്ളത്തിലൂടെ നമുക്ക് കടക്കാം. യാക്കോബിനോട് യെശയ്യാപ്രവചനം പറയുന്നുണ്ട്, അല്ലയോ പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ, നീ തീയിലൂടെ കടക്കും, പക്ഷെ നീ വെന്തു പോകയില്ല. നീ വെള്ളത്തിലൂടെ കടക്കും, വെള്ളം നിന്നെ മുക്തിക്കളയില്ല, അഗ്നിജാല നിന്റെ മീതെ കവികയില്ല. അല്ലയോ യാക്കോബേ, അല്ലയോ യഹൂദനെ, നീ തീയിലൂടെ കടക്കേണ്ട നാളുകൾ വരും, നീ വെള്ളത്തിലൂടെ കടക്കേണ്ടി വരും. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ പ്രോമിസേ എനിക്കുള്ളൂ, തീ നിന്നെ മുക്കാൻ ശക്തിയുള്ള ഒരു തീയും ഇല്ല, നിന്റെ അഭിഷേകത്തെ കെടുത്താൻ പറ്റുന്ന ഒരു വെള്ളങ്ങളും ഇല്ല.
ഇന്ന് രാത്രി ആരെങ്കിലും പരീക്ഷിക്കപ്പെടുന്നുണ്ടോ? ആരെങ്കിലും തകർക്കപ്പെടുന്നുണ്ടോ? ആരെങ്കിലും പിശാചിനാൽ മുറിവേക്കുന്നുണ്ടോ? ആരെങ്കിലും ആത്മീയുദ്ധങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഇന്ന് രാത്രി യേശുവിന് ഒരു ദൂത് പറയാനുണ്ട്. ആമേൻ. നിന്റെ അഭിഷേകത്തെ വെല്ലുന്ന ഒരു പരീക്ഷയും നിന്റെ ജീവിതത്തിൽ ഇല്ല. നിന്റെ മേൽ പകർന്നിരിക്കുന്ന പ്രോമിസിനെ മുടിച്ചു കളയുന്ന ഒരു വ്യാപാരവും നിനക്ക് വിരോധമായിട്ടില്ല. നിന്റെ ആത്മീയ ജീവിതത്തെ ആമേൻ ഞാൻ ഉറപ്പിച്ചപ്പോ അതിനെ തച്ചുടയ്ക്കുന്ന ഒരു ശക്തിയും നിനക്കെതിരെ ഇല്ല. നിനക്ക് വിശ്വാസത്താൽ ജയിക്കാം, നിനക്ക് വാഗ്ദത്തങ്ങളാൽ ജയിക്കാം, നിനക്ക് അഭിഷേകത്താൽ ജയിക്കാം. അന്യഭാഷയിൽ നമ്മൾ ഒന്നുകൂടെ നമ്മുടെ അകത്തെ മനുഷ്യന് മൂർച്ച കൂട്ടാൻ പോവുക. അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശങ്ങൾ തീർന്നിട്ടില്ല. അല്പസമയങ്ങൾ വീണ്ടും നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കാൻ പോവുക. ദൈവം പറഞ്ഞ ദൂത് കേട്ടോ, നിന്റെ അഭിഷേകത്താൽ നിനക്ക് ജയിക്കാമെന്ന്. ഹല്ലേലൂയ. പ്രവാചകന്റെ കൈവപ്പിനാലല്ല, ഉണർവ് ശുശ്രൂഷന്റെ കൈവപ്പിനാലല്ല, എവിടെയോ നടന്ന ഉണർവിന്റെ വീഡിയോ കാസറ്റ് കാണുമ്പോഴല്ല, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ഇരിക്കുന്ന ഇടത്ത് നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ നിനക്ക് ജയിക്കാമെങ്കിൽ ഇന്ന് രാത്രി അല്പസമയങ്ങൾ അന്യഭാഷയിൽ പപ്പായോട് പറ. റിമോറിയ തോറോവോ ഷിക്കാലറ തെരിയ ഐ ബിലീവ് ഇൻ എ ഫയർ ഇൻ മീ. എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തെ ഇന്ന് രാത്രി എനിക്ക് അറിയാപ്പാ. അന്യഭാഷയിൽ മാത്രം ആരും മലയാളത്തിൽ പ്രാർത്ഥിക്കല്ലേ. അന്യഭാഷയിൽ അല്പസമയങ്ങൾ റോലോ റോത്തോലി റെമേ റെമേ let the spirit instill, hallelujah, instill in us, oh God, hallelujah, enlighten in our spirit, oh God, hallelujah, renew our strength. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരോ. അവൻ ക്ഷീണിക്കാതെ ഓടുകയോ അവൻ തളരാതെ നടക്കുകയും ചെയ്യോ. നിർത്തണ്ട 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 നിർത്തണ്ട. അകത്ത് ചൂട് പിടിക്കുന്നത് വരെ, ആത്മാവിന് ചൂട് പിടിക്കുന്നത് വരെ, അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത് വരെ അല്പസമയം ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. I believe in the anointing which is an overcoming anointing. Hallelujah. Ramane tere lemene raba letere shana raha rabasia thara lamana raba toro araba karada ladana utaba rabasha. എന്റെ അഭിഷേകത്തെ വെല്ലുന്ന, എന്റെ ആമൻ വാഗ്ദത്തങ്ങളെ വെല്ലുന്ന, എന്റെ മേൽ പകർന്നിരിക്കുന്ന ശക്തിയെ വെല്ലുന്ന ഒന്നും എനിക്കെതിരെ എഴുന്നേൽക്കയില്ല. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, ആമേൻ, സ്വർലോകങ്ങളിലെ സകല ദുഷ്ടാത്മ സേനയോടും അത്രേ. മീഖായുടെ പുസ്തകം 7 വായിക്കണ്ട. മീഖായുടെ പുസ്തകം 7:8 അകത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:8-9. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഹല്ലേലൂയ. ആത്മാവിന്റെ തീ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ പരാജയം ഉണ്ടായാലും, ഇടയ്ക്കൊക്കെ വീണുപോയാലും, ആമേൻ, ഇന്നലെ ആമേൻ നീ എൻ്റെ ദാസനെ വീഴിച്ചു, പക്ഷെ ആത്മാവിന്റെ തീയിലൂടെ നടക്കുന്നവനെ അവൻ വീണാലും അവൻ എഴുന്നേൽക്കും. അവൻ 1 വട്ടം വീണാലോ, അവൻ 7 വട്ടം വീണാലോ അവൻ എഴുന്നേൽക്കും. എത്ര വട്ടം വീണിട്ട് നമ്മൾ എഴുന്നേറ്റു? എത്ര പ്രാവശ്യം വീണിട്ടും ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചു? ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശു വീഴിക്കുന്ന യേശുവല്ല, എഴുന്നേൽപ്പിക്കുന്ന യേശുവാണ്. The spirit and anointing which is upon you is not the anointing and make you to fall, but the anointing is make you to stand up and to face the challenges of this world by the power of the Holy Spirit. Peter has fallen 3 times, but God has made him to stand up and to face the devil and the enemy by the fire of the Holy Spirit. കർത്താവിന്റെ കൺസേൺ അവന്റെ വിശ്വാസം പോയി പോകല്ലേ എന്നായിരുന്നു. അല്ലേ? എന്നാന്നറിയോ? വിശ്വാസം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് എവറി മിറക്കിൾ. വിശ്വാസം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് എവറി ബിലീവർ. നമ്മുടെ ക്യാപിറ്റല് നമ്മളുണ്ടാക്കിയ വീടല്ല. നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ മേടിക്കുന്ന ശമ്പളമല്ല. നമ്മുടെ ക്യാപിറ്റൽ ഇന്നത്തെ ആരോഗ്യമല്ല.
ഇന്ന് അലക്സ് പാസ്റ്റർ ഇൻട്രൊഡക്ഷനായിട്ട് ഓർപ്പിച്ചതുപോലെ നമ്മളെക്കാൾ നന്നായിട്ട് ഓടിയവരും നന്നായിട്ട് നിന്നവരും ഒക്കെ അല്ലെ 2 ഫ്യൂണറൽ ഇവിടെ നടക്കാൻ പോവാണ്. സ്തോത്രം. ഏത് സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരുമെന്നോ, എപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു മറിയുമെന്നോ, എപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് പിശാച് വില പറയുമെന്നോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ ഇതിൻ്റെ അകത്തല്ല. നമ്മുടെ ക്യാപിറ്റൽ ആമേൻ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന വിശ്വാസം. ആ വിശ്വാസത്തിന് ബൈബിൾ പറയുന്ന 5-6 കാര്യം മാത്രം ഞാനൊന്ന് വായിക്കാം. യൂദായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയാണ് മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇത് രക്ഷിക്കപ്പെട്ട വിശ്വാസവും രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസവും സ്നാനപ്പെടുത്തുന്ന വിശ്വാസവും അന്യഭാഷ പറയിപ്പിക്കുന്ന വിശ്വാസമല്ല. ആ വിശ്വാസത്തിൻ്റെ പേരാണ് ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. നമ്മുടെ പുറത്തെ മനുഷ്യൻ അശുദ്ധനായിരിക്കുമ്പോൾ, നമ്മുടെ പുറത്തെ മനുഷ്യൻ ബലഹീനനായിരിക്കുമ്പോൾ, നമ്മുടെ പുറത്തെ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന ഒരു സൂത്രമുണ്ട്. അതിൻ്റെ പേരാണ് അതിവിശുദ്ധ വിശ്വാസം. രണ്ട് പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, വിലയേറിയ വിശ്വാസം, മോസ്റ്റ് പ്രഷ്യസ് ഫെയ്ത്ത്. 3-ാമത് എഴുതി വെച്ചിരിക്കുകയാണ് യാക്കോബിന്റെ പുസ്തകം 2:17, ജെയിംസ് ചാപ്റ്റർ 2:17, ഐ മീൻ ലിവിങ് ഫെയ്ത്ത്, ജീവനുള്ള വിശ്വാസം. 4-ാമത് എഴുതി വെച്ചിരിക്കുകയാണ് ഹല്ലേലൂയ മാത്യു ചാപ്റ്റർ 8:10, ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. 5-ാമത് എഴുതി വെച്ചിരിക്കുകയാണ് 1 യോഹന്നാന്റെ പുസ്തകം 1 ജോൺ ചാപ്റ്റർ 5:4, ഓവർകമ്മിങ് ഫെയ്ത്ത്. ഈ വിശ്വാസത്തിന് 2-3 രൂപങ്ങൾ ഒന്നുകൂടെ ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ. 1, ദൈവം പകർന്ന വിശ്വാസമാണ് അതിവിശുദ്ധ വിശ്വാസം. നമ്മുടെ അകത്ത് കിടക്കുന്ന വിശ്വാസം നമ്മളെ കൊണ്ട് ഏതോ പ്രവാചകൻ വന്ന് കൈവെക്കുമ്പോൾ മൂക്കിപ്പനി മാറ്റിക്കുന്ന വിശ്വാസമല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ പേര് യേശു പറയുക, നിന്റെ അകത്ത് എന്നിൽ നിന്ന് പകരപ്പെട്ട ഒറ്റ സാധനമേ ഉള്ളൂ. അതിന്റെ പേരാണ് വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പേരാണ് മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. 2, വിലയേറിയ വിശ്വാസം. 3, ജീവനുള്ള വിശ്വാസം. നമ്മളെ ജീവിപ്പിക്കുന്ന വിശ്വാസം ആണോ അല്ലയോ? ആണോ അല്ലയോ? ഓരോ ദിവസവും അകത്തെ മനുഷ്യനെ ജീവിപ്പിക്കുന്നത് എന്താ? വിശ്വാസമാണ്. ഈ വചനം അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ വിശ്വാസമാണ് ഇൻസ്റ്റിങ്ലാകുന്നത് അല്ലേ? അതാണ് കത്തിത്തുടങ്ങുന്നത്. നമ്മളെ ജീവിപ്പിക്കുന്ന വിശ്വാസമാണ് വലിയ വിശ്വാസം. ഹല്ലേലൂയ, ജയിക്കുന്ന വിശ്വാസം. 31, 32 ആണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അല്ല, അതെ, 31, 32. 32-ാമത്തെ വാക്യം ഒന്ന് നിങ്ങളൊന്ന് വായിച്ചേ. ആ വാക്യം വായിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്. 32-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം വായിച്ചേ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കണം. അടുത്ത വാക്യം, നീ കുറെ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു വരുമ്പം നീ സഹോദരങ്ങളെ ഉറപ്പിച്ചോണം. അതിന്റെ അർത്ഥം ഇവൻ പരീക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഓക്കെ, വേഴ്സ് 32, പരീക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന് അറിയായിരുന്നു. ദൈവം പ്രാർത്ഥിച്ചത് പരീക്ഷിക്കപ്പെടില്ല എന്നല്ല, വിശ്വാസം പോകല്ലേ എന്നാ. കർത്താവ് പറയാ, നീ കുറെ കഴിയുമ്പോൾ തിരിഞ്ഞു വരും. ഈ പരീക്ഷയൊക്കെ നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പം നീ തിരിഞ്ഞു വരുമ്പം നിന്റെ സഹോദരന്മാരെ നീ ഉറപ്പിച്ചോണം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഈവൻ വെൻ വി ആർ ടെസ്റ്റഡ്, ഗോഡ് ഹാസ് എ പ്ലാൻ ആൻഡ് പർപ്പസ് അബൌട്ട് ഈച്ച് ആൻഡ് എവറി ട്രയൽസ് ആൻഡ് ടെസ്റ്റ് ദാറ്റ് വി ഫേസ്. നമ്മൾ കടന്നു പോകുന്ന എല്ലാ പരീക്ഷയെക്കുറിച്ചും ദൈവത്തിനൊരു ഹിതമുണ്ട്. എല്ലാവരും ആമേൻ ഉറക്കെ എന്നോടൊപ്പം ഒന്ന് പറയാമോ? ദൈവത്തിനൊരു ഹിതമുണ്ട്. പ്ലീസ് ഒന്നുറക്കെ പറഞ്ഞേ, ദൈവത്തിനൊരു ഹിതമുണ്ടെന്ന്. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പരീക്ഷയും ദൈവഹിതം അല്ലാതല്ല. നിങ്ങൾ പരീക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന് അറിയാം. ചിലതൊക്കെ ദൈവം അനുവദിച്ചിട്ട് വരുന്നതുവാ. പക്ഷെ എല്ലാ പരീക്ഷയ്ക്കകത്തും ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ആണ്, that is a great purpose. God says to Peter, you will come back, I know. You will wake up, I know. You will stand up, I know. You will overcome by faith, I know. When you have come back to this position, you need to encourage your brothers. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? നിന്റെ വീഴ്ച ചിലരെ എഴുന്നേൽപ്പിന് കാരണമാകും. നിന്റെ തകർച്ച ചിലതിനെ ബലപ്പെടുത്താൻ കാരണമാകും. നീ കടന്നുപോയ അഗ്നിശോധന തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ പണിയാൻ കാരണമാകും. നിന്നെക്കാൾ ബലഹീനരായി പോകുന്ന ബലഹീനരെ സഹോദരന്മാരെ ഉറപ്പിക്കാൻ. പത്രോസേ, നീ തിരിച്ചു വരുമ്പോ നീ തീയോടുകൂടെ അഭിഷേകത്തോടുകൂടെ തിരിച്ചു വരും. ഹലോ, hey, this is the diamond. This is the diamond. This is the precious pearl which is hidden in your test.
പരീക്ഷയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മുത്തിതാ. നീ തിരിഞ്ഞു വരും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നീ തിരിഞ്ഞു വരും. നമുക്ക് നീ എന്ന് പറയണ്ട, ഞാനെന്ന് പറയാം. പറഞ്ഞേ, ഞാൻ തിരിഞ്ഞു വരും. ദൈവം എന്നെ ഉറപ്പിക്കും. പറഞ്ഞ് പ്ലീസ്. ഇറ്റ്സ് എ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്. ഓക്കെ, ഞാനിത് കൊച്ചുപിള്ളേരെ പറയിപ്പിക്കുകയല്ല. എൻ്റെ അപ്പനും അമ്മയും ആകാൻ പ്രായമുള്ളവരാ ഇവിടെ ഇരിക്കുന്ന, നല്ല അറിവോടാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്. ഇറ്റ്സ് എൻ എക്സസൈസ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് എ ഫെയ്ത്ത്. എല്ലാവരും ഉറക്കെ പറഞ്ഞോ, ഞാൻ തിരിഞ്ഞു വരും. ദൈവം എന്നെ തിരിച്ചു വരുത്തും. God will turn me back. God will rise me up. God will make me to stand up. God will make me to challenge the situation. I will come back. നീ തിരിഞ്ഞു വരുമ്പോ ഒരു കാര്യം ഓർത്തോണം. പരീക്ഷയിൽ വീണുപോയ ഒത്തിരി പേര് ഇവിടെ കിടപ്പുണ്ട്. അവരെ നീ ഉറപ്പിച്ചോണം. നിന്റെ സഹോദരന്മാരെ നീ ഉറപ്പിക്കണം. എൻ്റെ അനുഭവങ്ങൾ അലക്സ് പാസ്റ്റർ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് വചനം പ്രസംഗിക്കുന്ന ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ആ സമയം, എന്നാലും കർത്താവിന്റെ ദാസൻ പറഞ്ഞതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ കിട്ടുന്ന അവസരങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞോളാം. തിരിഞ്ഞു വരും. പറഞ്ഞേ, തിരിഞ്ഞു വരും. തിരിഞ്ഞു വരുമ്പോൾ ചെയ്യേണ്ട കാര്യം, സഹോദരന്മാരെ ഉറപ്പിച്ചോണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുക. എപ്പോഴൊക്കെ നമ്മിൽ ദൈവം ചെയ്ത ക്രിയകൾ പറയാൻ തുടങ്ങുമ്പോൾ ബലഹീനർ എഴുന്നേൽക്കുക. എന്തിനാ സഭയ്ക്കകത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുന്നതെന്ന് അറിയാവോ? 46-ാമത്തെ വയസ്സിലുണ്ടായ 52-ാമത്തെ വയസ്സിലുണ്ടായ ഹാർട്ട് അറ്റാക്കും ഹാർട്ട് സർജറിയും സ്റ്റെൻഡ് ഇട്ടിട്ടും സ്റ്റോൺ ഉണ്ടായിരുന്നിട്ടും ബയോപ്സിക്ക് അയച്ചിട്ടും ഇതൊന്നും പോസിറ്റീവ് ആക്കാതെ ദൈവം ഈ സഭയ്ക്കകത്ത് നമ്മൾ പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്നാണെന്നറിയാവോ? കുറച്ചുകൂടെ അമേരിക്കയിലെ ബർഗർ തിന്നാനല്ല, ബീഫിന്റെ സ്റ്റേക്ക് കഴിക്കാനല്ല. നീ തിരിഞ്ഞു വന്നിട്ട് ബലഹീനന്മാരെ നീ ഉറപ്പിക്കണം. നിന്റെ ആലയത്തിൽ വരുന്ന പല ബലഹീനരുണ്ട്. നിന്റെ ഒപ്പം വിശ്വാസമില്ലാത്തവരുണ്ട്, ക്ഷീണിച്ചു പോയവരുണ്ട്, ഓടി തളർന്നവരുണ്ട്. നീ പക്ഷെ അവരെ ഉറപ്പിക്കണം. അത് ദൈവത്തിന്റെ നിയോഗം. എന്റെ ചോദ്യം, 12 ശിഷ്യന്മാരുണ്ടായിരിക്കെ എന്തേ പത്രോസിന് മാത്രം 1 കോടി ഡിമാൻഡ് ഇട്ടു? എൻ്റെ ഭാഷ കേട്ടോ, ആരും എന്നെപ്പറ്റി അപവാദമൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ. എന്തേ 12 മുക്കുവന്മാർക്കും വലിയ വിലയില്ലാതിരിക്കുമ്പോൾ പത്രോസിന് വേണ്ടി 2-ാം സ്വർഗത്തിലോ 3-ാം സ്വർഗത്തിലോ അന്ധകാര മണ്ഡലങ്ങളിലോ വെച്ച് യേശു പത്രോസിന് വിരോധമായ വ്യാപാരത്തിന് വില പറഞ്ഞ് അവനെ ശാസിക്കുകയും അവനെതിരെ പോരാടുകയും ചെയ്തതിൻ്റെ കാരണം എന്താ? ഒറ്റ കാര്യമുള്ളൂ. ബാക്കി 12 പേരെക്കാൾ ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി പത്രോസിനെ ദൈവം കണ്ടതാ. പത്രോസിനോട് മാത്രമേ പറഞ്ഞുള്ളൂ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. നീ ഭൂമിയിൽ കിട്ടുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ തരികയും നീ സ്വർഗരാജ്യം ഒരിക്കൽ തുറക്കുകയും 3000 പേർ ഓടി വന്ന സ്വർഗരാജ്യത്തിലേക്ക് കയറുകയും അങ്ങനെ പുതിയ നിയമസഭ നീ ചാവി തുറന്ന് കതക് തുറന്ന് ഒരു വലിയ സഭ ഇവിടെ ഉടലെടുക്കാൻ പോകുമെന്ന് കേട്ട അന്ന് മുതൽ സാത്താൻ തീരുമാനിച്ചു, ആദ്യം വീഴ്ചാൽ ഇവനെ വീഴിക്കണം, ആദ്യം തകർന്നാൽ പാസ്റ്ററിനെ വീഴിക്കണം, ആദ്യം തകർത്താൽ പ്രവചിക്കുന്നവനെ തകർക്കണം, ആദ്യം തകർത്താൽ അന്യഭാഷ പറയുന്നവനെ തകർക്കണം, ആദ്യം തകർത്താൽ കൃപയിൽ കൈയടിച്ച് ആരാധിക്കുന്നവനെ തകർക്കണം, ആദ്യം തകർത്താൽ ഉറക്ക ഹല്ലേലൂയ പറഞ്ഞവനെ തകർക്കണം, ആദ്യം തകർക്കുന്നെങ്കിൽ സ്പീഡിൽ ഓടുന്നവനെ തകർക്കണം, ആദ്യം തകർക്കുന്നെങ്കിൽ 3 മണിക്കും 4 മണിക്കും അലാറം വെച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവനെ തകർക്കണം. ആരെങ്കിലും മറ്റുള്ളവർക്കുണ്ടാകാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ പിശാചിന് അറിയാം നിന്നെ കുറിച്ചൊരു ഭാവി ദൈവം കണ്ടുവച്ചിട്ടുണ്ടെന്ന്. എന്താ മറ്റു പലരെക്കാൾ അധികം പത്രോസേ നിനക്ക് വേണ്ടി വാദിക്കുന്നത്? നിന്നെ തകർത്താൽ ദൈവത്തിന്റെ ചില പദ്ധതികളൊക്കെ തകർക്കാം. ഇന്ന് രാത്രി കണ്ണുകൾ അടച്ച് നമ്മൾ അല്പസമയം ദൈവത്തിന് സ്തോത്രം പറയാനായി പോകുകയാണ്. നമ്മളെല്ലാവരെയും കൂട്ടത്തിൽ ഓടുന്നവരല്ല, നമ്മൾ ദൈവകൃപയാൽ നിയോഗത്താൽ ഓടുന്നവരാണ്. നമ്മളെല്ലാവരെയും പോലെ ജീവിക്കുന്നവരല്ല. ദൈവം ചില പ്രത്യേക നിയോഗങ്ങളാൽ നമ്മൾ നടത്തുന്നവരല്ല, നമ്മൾ നടത്തപ്പെടുന്നവരാണ്. ഇന്ന് രാത്രി യേശു പറയാണ്, അല്ലയോ പത്രോസേ, നീ കാണാത്ത ചില യുദ്ധങ്ങൾ, നീ കാണുന്ന യുദ്ധങ്ങളുടെ പിന്നാലെ, നീ കാണുന്ന വിഷയങ്ങളുടെ പിന്നാലെ നീ അപ്പം തിന്നും കൊട്ടയ്ക്കകത്ത് അപ്പം നിറച്ചും നീ വെള്ളത്തിന്മേൽ നടക്കാനും, നീ വലിയ ശുശ്രൂഷ കാണിക്കാനോ, നീ വലിയ മിടുക്ക് കാണിക്കാനോ, നീ ഇടത്തും വലത്തും ഇരിക്കാനോ, നീ യൂദായോട് വഴക്കുണ്ടാക്കാനോ, നീ ഭൂമിയിലെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുമ്പോൾ നീ അറിയാതെ നിനക്ക്
നിനക്ക് വിരോധമായി ചില വിലപേശലുകൾ നടക്കുകയാണ്. ആമേൻ, ഞാൻ നിനക്ക് വേണ്ടി ഇടിവിൽ നിന്നു. എന്നാൽ ആമേൻ, ചില നാളുകൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീ ശക്തി ലഭിച്ചിട്ട് നീ അഭിഷേകത്താൽ യുദ്ധങ്ങളെ ജയിക്കും. ഇന്ന് രാത്രി യേശുപ്പച്ചനോട് ഉറക്കെ പ്രാർത്ഥിച്ചേ, കർത്താവേ, ഒരു പുതിയ അഭിഷേകത്താൽ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആരാധിക്കാൻ പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. എനിക്കറിയാം ദൈവസാന്നിധ്യം തന്റെ വചനത്തിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കീറി മുറിക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രി ആ സാന്നിധ്യം നിങ്ങളെ തൊടും. അത് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ തൊടും. അത് നിങ്ങളുടെ ബലഹീനതകളെ ജയിക്കുവാൻ, അത് നിങ്ങളുടെ യുദ്ധങ്ങളെ ജയിക്കുവാൻ. ആമേൻ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ ആരെ നോക്കാതെ അകത്ത് പകരപ്പെട്ട തീ ഉപയോഗിച്ച് അന്യഭാഷയിൽ അന്ധകാര മണ്ഡലങ്ങളിൽ നമ്മൾ അറിയാതെ പോരാടുന്ന സകല പോരുകൾക്കെതിരെ യേശുവിനോട് ചേർന്ന്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അല്പസമയങ്ങൾ നമുക്ക് ആത്മമണ്ഡലങ്ങളിലൂടെ നടക്കാം. നാം കാണുന്ന ലോകത്തിലൂടെ അല്ല, നാം കാണാത്ത ഒരു ലോകത്തിലൂടെ അല്പസമയങ്ങൾ ദൈവസഭ സഞ്ചരിക്കട്ടെ. Please, 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 please. Lemora, halara, raba, reketere, utakara bala shadaradala. എന്റെ ജനത്തിന് വിരോധമായി ഉള്ള വിരൽ ചൂണ്ടുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. എല്ലാ അൺവാണ്ടഡ് ഹാർട്ട് അറ്റാക്കുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. എല്ലാ അൺവാണ്ടഡ് രോഗങ്ങളെ യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. എല്ലാ ദൈവഹിതമല്ലാത്ത ആമേൻ കുടുംബ പ്രശ്നങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവഹിതമല്ലാതെ തലമുറയ്ക്ക് വില പറയുന്ന, തലമുറകളുടെ മേൽ നോട്ടം വെച്ചിരിക്കുന്ന സകല ദുർവ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. ഈ ഒക്ലഹോമ പട്ടണത്തെ അടക്കി വാഴുന്ന സകല അന്ധകാര ശക്തികൾക്കെതിരെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭ ഒരുമിച്ച് അതിന്റെ മേൽ ജയമെടുക്കുന്നു. ഇതിൻ്റെ അകത്ത് ചില പത്രോസുമാരുണ്ട്, ഇതിൻ്റെ അകത്ത് ചില യോഹന്നാന്മാരുണ്ട്, ഇതിൻ്റെ അകത്ത് ചില പൗലോസുമാരുണ്ട്. അവരെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്, അവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ചിലതിനെ ഉറപ്പിക്കുന്ന ശുശ്രൂഷ, ചിലതിനെ നേരെ നിർത്തുന്ന ശുശ്രൂഷ, ചിലതിനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷ, ചില വാതിലുകളെ തുറക്കുന്ന ശുശ്രൂഷ യേശുവിന്റെ നാമത്തിൽ എന്റെ ജനത്തിന് മേൽ പകരപ്പെടട്ടെ. Please receive it. Please receive it. കർത്താവിനോട് പറ, യേശുവേ, ഞാൻ അതിനെ സ്വീകരിക്കുകയാണപ്പാ. ആ അനോയിന്റിങ്ങിനെ, കർത്താവേ, ആ വചനത്തെ ഞാൻ സ്വീകരിച്ച് ഏറ്റെടുക്കുകയാണ്. കർത്താവേ, അതെന്റെ കുടുംബത്തിൽ വിടുതലായി, അതെന്റെ സഭയിൽ വിടുതലായി, അതെന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതലായി ഇന്ന് ഉണ്ടാകട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ. Zera rala, raba kadagara dalaria, shuro manala bara, urabara balatra, adaga taraga, judana raba laba shadera. സാത്താൻ പറഞ്ഞ എല്ലാ കള്ളങ്ങളെയും പിശാചുകളുടെ ചെവി പറഞ്ഞ എല്ലാ കള്ളങ്ങളെയും ഞങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ ദൂരീകരിക്കുന്നു. റമാന ശതര. ആമേൻ, ആമേൻ. അതിവിശുദ്ധ വിശ്വാസം, വിലയേറിയ വിശ്വാസം, ആമേൻ, പോരാട്ടങ്ങളെ ജയിക്കുന്ന വിശ്വാസം, ആലെ ജീവനുള്ള വിശ്വാസം ഇന്ന് രാത്രി അത് ഞങ്ങളുടെ അകത്ത് കത്തട്ടെ. ആ ഞങ്ങളുടെ അകത്ത് കത്തട്ടെ. ഞങ്ങളോട് കൂടെ നടക്കുന്നവൻ, ആമേൻ, ഞങ്ങളെ കത്തിക്കുന്നവൻ, ഞങ്ങളുടെ കൈ പിടിക്കുന്നവൻ, ഞങ്ങൾക്ക് ജയം തരുന്നവൻ. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ യേശുവിനോടൊപ്പമോ. നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ, യേശുവിന്റെ നാമം ചൊല്ലി നിന്റെ ജനത്തിന് മേൽ ദൈവത്തിന്റെ അഭിഷേകത്തെ പകരണമേ. നിന്റെ കൃപാവരങ്ങളാൽ ജനത്തെ നിറയ്ക്കണമേ. ഇന്ന് രാത്രി അവർ ആത്മാവിന്റെ തീയോടുകൂടെ വീട്ടിലേക്ക് പോകട്ടെ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ.